കാരണം ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ. പലരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മളുടെ വാഹനത്തിന് ചെല്ലാൻ വരുന്നു. ഈ ചെല്ലാൻ പെറ്റി അടങ്ങാൻ അത് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അടയ്ക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു വാഹനം രാവിലെ 10 മണിക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. ഇന്ന് നേരം പുലരൂ കഴിഞ്ഞിട്ടും ഒരു 10-12 മണിയായിട്ടും നമ്മൾ ആ വാഹനം എടുക്കുന്നില്ല. പക്ഷേ ഇന്നലെ നമ്മുടെ ആ വാഹനം ഒരു ദിനത്തിലൂടെ സഞ്ചരിക്കുന്നു. ആ വാഹനം ഓടിക്കുന്ന ആൾ ഹെൽമറ്റ് വെച്ചിട്ടില്ല, മൊബൈലിലൂടെ സംസാരിക്കുന്നു, 2000 രൂപയുടെ പെറ്റി നമുക്ക് വരുന്നു. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ വാഹന പരിവഹൻ ഗ്രീവൻസസ് പോർട്ടലിലൂടെ നമുക്ക് പരാതി കൊടുക്കാം. നമുക്ക് ഈ ചെല്ലാൻ വന്നതിന് ശേഷം 45 ദിവസത്തിനകം പരാതി കൊടുക്കണമെന്നാണ് നിയമം പറയുന്നത്. The number mistakenly entered by the officer or the number is incorrect എന്നൊക്കെയുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് നമുക്ക് OTP ഒക്കെ വരും. നമ്മൾ അതുവഴിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പരാതി കൊടുക്കുന്നത്. എന്നതിന് ശേഷം ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് എൻ്റർ ചെയ്തതെന്ന് നമുക്ക് പരിശോധിക്കാം. അത് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അവിടെ പരാതി കൊടുക്കാം, RT ഓഫീസിലാണെങ്കിൽ അവിടെ പരാതി കൊടുക്കാം. ആകെ ഉണ്ടാകുന്ന ഈ പെറ്റികളിൽ, ഇങ്ങനെയുള്ള പെറ്റികളിൽ 40% പെറ്റികൾ മിസ്റ്റേക്കായിട്ട് ഉണ്ടാകുന്നതാണെന്നുള്ള കണക്കുണ്ട്. നമ്മൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ബുക്ക് മാറാൻ പോകുമ്പോഴോ മറ്റെന്തെങ്കിലും കാര്യം മാറാൻ പോകുമ്പോഴോ പെറ്റിയുള്ളതുകൊണ്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ പെറ്റിയൊക്കെ ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് പെറ്റി യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ പേരിൽ തന്നെയുള്ള പെറ്റിയാണോ, നമ്മുടെ വാഹനമാണോ എന്ന് പരിശോധിക്കണം. അത് തിരുത്താനുള്ള അവസരമുണ്ട്. ആ അവസരം നമ്മൾ വിനിയോഗിക്കണം. അടുത്ത പ്രാവശ്യം ഇതുപോലെയുള്ള നിയമവിശകലനങ്ങളുടെ മറ്റൊരു വീഡിയോയുമായി കടന്നു വരുന്നു. നന്ദി. നല്ല നമസ്തേ. അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ.